20 രാജ്യങ്ങളിലേക്ക് പ്രക്ഷേപണം വ്യാപിപ്പിച്ച് പ്രവാസി ഭാരതി റേഡിയോ നെറ്റ്വർക്ക്. തിരുവനന്തപുരത്ത് നടന്ന പ്രവാസി ഭാരതി റേഡിയോ ഉത്സവത്തിൽ 10 പുതിയ റേഡിയോ ചാനലുകളാണ് പ്രക്ഷേപണം ആരംഭിച്ചത്. 20 രാജ്യങ്ങളുടെ ടൈം സോണുകളിലാണ് പ്രവാസി ഭാരതിയുടെ 10 റേഡിയോ ചാനലുകൾ പുതുതായി പ്രക്ഷേപണം ആരംഭിച്ചത്. ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി GR അനിൽ നിർവഹിച്ചു. ഏത് ഭരണകർത്താക്കളാണെങ്കിലും ശ്രദ്ധാപൂർവം അത് കേൾക്കാനും അതിലിടപെടാനും അതിന് പരിഹാരം കാണാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രം തന്നെയാണ് പ്രവാസി ഭാരതിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ വിജയകരമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. മാധ്യമരംഗത്ത് 40 വർഷം പൂർത്തിയാക്കിയ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർക്ക് പ്രവാസി ഭാരതിയുടെ ആദരം. ജർമ്മനി റേഡിയോയുടെ പ്രക്ഷേപണ ഉദ്ഘാടനവും SKN നിർവഹിച്ചു. ഈ ഓരോ കാലത്ത് ഓരോ മാധ്യമങ്ങൾ കാലഹരണപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മളതിലൊന്നും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ജീവിതാനുഭവങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും പ്ലാറ്റ്ഫോമുകൾ മാറി വരും, ചിലപ്പോൾ നമ്മുടെ ശബ്ദവിന്യാസത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും, നമ്മുടെ ദൃശ്യസാധ്യതകളിലൊക്കെ മാറ്റങ്ങൾ വരും. അങ്ങനെയൊക്കെ മാറി വന്നാലും അടിസ്ഥാനപരമായി ഉള്ളടക്കമില്ലാതാകില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രവാസി ഭാരതി റേഡിയോയ്ക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. അഭിമാന നിമിഷമെന്ന് പ്രവാസി ഭാരതി മാനേജിംഗ് ഡയറക്ടർ K ചന്ദ്രസേനൻ. ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്കൊപ്പം സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം പ്രവാസി ഭാരതിയും വളർന്നുകൊണ്ടിരിക്കുന്നു. 2000-ന് മുകളിൽ മലയാളികൾ വസിക്കുന്ന എല്ലാ രാജ്യങ്ങളും ഈ പട്ടികയിലുണ്ട്. 2000-ന് മുകളിൽ മലയാളികൾ വസിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ പ്രാദേശിക സമയമനുസരിച്ച് രാത്രി വരെ 24 മണിക്കൂറും പ്രക്ഷേപണ സംവിധാനം ഒരുക്കുന്ന പ്രവാസി ഭാരതി മലയാളത്തിന്റെ അന്താരാഷ്ട്ര റേഡിയോ. UDF കൺവീനർ MM ഹസൻ, ഏഷ്യാനെറ്റ് സ്ഥാപക ചെയർമാൻ ഡോക്ടർ റെജി മേനോൻ തുടങ്ങിയവർ വിവിധ ചാനലുകളുടെ പ്രക്ഷേപണോദ്ഘാടനം നിർവഹിച്ചു. It would be lovely to inaugurate the radio station for that part of the country, that part of the world. എൻ്റെ ഓർമ്മയിലുള്ളത് എൻ്റെ വളരെ കുട്ടിക്കാലത്ത് റേഡിയോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ബോക്സ് ദാറ്റ് you have at home. Then you had the transistor radios that came in. ഇപ്പോൾ ഓർമ്മയുണ്ട്, ആ ട്രാൻസിസ്റ്റർ റേഡിയോ കുറേ നേരം അമ്മൂമ്മയുടെ റൂമിലായിരിക്കും, പിന്നെ മുത്തച്ഛൻ്റെ റൂമിൽ. അമ്മൂമ്മയുടെ റൂമിലാവുമ്പോൾ അവിടെ സ്റ്റോറീസും നാടകങ്ങളിലെ അവതരണമൊക്കെ ഉണ്ടാവും. അത് കേൾക്കാനാണ്. പ്രവാസി സമൂഹത്തിന് ലോകത്തിന് നടത്തുന്ന ഏറ്റവും വലിയ ഒരു കാൽവയ്പ്പാണ് കേരളത്തിൽ ഒരു കരിയിൽ ഇറങ്ങിയാൽ 20 രാജ്യങ്ങളിലെ 42 ലക്ഷം ഈ മലയാളികൾ അത് പ്രവാസി ഭാരതീയയിലൂടെ അവർ കേൾക്കുകയാണ്. ഈ പ്രവാസി ഭാരതീയ റേഡിയോയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. പ്രവാസി ഭാരതി ചെയർമാൻ നൌഷാദ് അബ്ദുൾ റഹ്മാൻ, വൈസ് ചെയർമാൻ B മനോഹരൻ, നോർക്ക റൂട്ട് CEO അജിത് കോളശ്ശേരി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം.